ആദാബ്. നമ്മൾ ഇന്ന് തേർഡ് സെമ്മ് BA-BSc സെക്കൻഡ് ലാംഗ്വേജിന്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ള പേപ്പറിന്റെ പേര് ഡ്രാമ ആൻഡ് ഫിക്ഷൻ എന്നുള്ളതാണ്. ഇതില് നോക്കാം. ആദ്യം മൊഡ്യൂൾ ഒന്ന് പരിചയപ്പെടാം. മൊഡ്യൂൾ 1 ഡ്രാമ ദർവാസെ ഖോൽദോ. കൃഷ്ണൻ ചന്ദ്രന്റെ ഒരു ഡ്രാമയാണ് ദർവാസെ ഖോൽദോ എന്നുള്ളത്. അതാണ് നമ്മുടെ മൊഡ്യൂൾ 1ഉം 2ഉം ആയിട്ടുള്ളത്. അടുത്തത് തേർഡ് മൊഡ്യൂള് ബഡേ ഘർ കി ബേട്ടി എന്നുള്ള പ്രേംചന്ദിന്റെ ഒരു പ്രശസ്തമായ ഒരു അഫ്സാനയാണ്, ഷോർട്ട് സ്റ്റോറിയാണ്. അതുപോലെ അടുത്തതാണ് മുംതാസ് മുഫ്തിയുടെ ആപ്പ എന്നുള്ള ഷോർട്ട് സ്റ്റോറി. അടുത്തത് മൊഡ്യൂൾ 4 അഫ്സാന അദ്ദു എന്നുള്ളതാണ്, ബൈ ജീലാനി ബാനു. ജീലാനി ബാനുവിന്റെ അഫ്സാനയാണ്, എഴുതിയുള്ള അഫ്സാനയാണ് അദ്ദു എന്നുള്ളത്. അടുത്ത അഫ്സാനയാണ് ഖുദ് ഖുഷി എന്നുള്ളത്, സഅദ് ഹസൻ മണ്ടുവിൻ്റെതാണിത്. ഇതിന് രണ്ടിന് നമ്മുടെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ബുക്കുകൾ എന്ന് വെച്ചാൽ ഒന്ന് ജഹാനെ അദബ് എന്നുള്ള ബുക്കാണ് തേർഡ് ഫോർത്ത് മൊഡ്യൂളുകൾക്ക് വേണ്ടിയിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അതേസമയം ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളുകൾക്കായി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ദർവാസെ ഖോൽദോ എന്നുള്ള ഡ്രാമയാണ്. ഇനി നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് ഡ്രാമ ദർവാസെ ഖോൽദോയിലൂടെ തുടങ്ങാം. ഡ്രാമ ദർവാസെ ഖോൽദോ എന്നുള്ളത് കൃഷ്ണൻ ചന്ദ്രന്റെ ഒരു പ്രശസ്തമായ ഡ്രാമയാണ് ദർവാസെ ഖോൽദോ. അപ്പൊ ഈ ഒരു ഡ്രാമ എന്ന് പറയുന്നതിന്റെ ലോകവി മാന എന്നുവെച്ചാൽ ഡിക്ഷണറി മീനിങ്, ഡിക്ഷണറിയിൽ കാണുന്ന മീനിങ്, അർത്ഥം എന്താണ്? കർന യാ കർക്കെ ദിഖാന എന്നുള്ളതാണ്. ചെയ്യുക, ചെയ്ത് കാണിക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ. ഈ അർത്ഥത്തിലാണ് നമ്മൾ ഡ്രാമ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം. ഡ്രാമയില് നമുക്കൊരു ഡ്രാമ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡ്രാമയിൽ എന്തൊക്കെ വശങ്ങളാണ് ഉണ്ടാവുക? ആദ്യം അതിന് നമുക്ക് എന്ത് വേണം? ഒരു കഹാനി വേണം. കഹാനി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറി വേണം, ഒരു തീം വേണം, ആശയം വേണം. അപ്പൊ ആദ്യം ഒരു കഹാനി ഉണ്ടാകും, അത് നിർബന്ധമാണ്. അത് നമുക്ക് ഖിസ്സ എന്ന് പറയാം, കഹാനി എന്നറിയാം. ഓക്കെ. അതിനുശേഷം പിന്നീട് വേണ്ടത് ഈ കഹാനി അവതരിപ്പിക്കാൻ ഒരു സ്ഥലം വേണം. അതിന് നമ്മൾ എന്താ പറയാ? സ്റ്റേജ് എന്നറിയാം. സ്റ്റേജ് ഡ്രാമയാകുമ്പോൾ സ്റ്റേജ് നിർബന്ധമാണ്, സ്റ്റേജ് എന്നറിയാം. ഇനി സ്റ്റേജ് ഇല്ലാത്ത ഡ്രാമകളുണ്ട്, അതെന്ന് വെച്ചാൽ റേഡിയോ ഡ്രാമകള്. ഇതിന് പറയുന്ന പേരാണ് എന്ത്? നഷ്രിയാത്തി ഡ്രാമ എന്ന് പറയുന്നത്. നഷ്രിയാത്തി ഡ്രാമ, അതിന് സ്റ്റേജ് ഇല്ല. അതിന്റെ എല്ലാ സംഗതികളും സൗണ്ടിലൂടെയാണ് അതിനെ പ്രതിഫലിപ്പിക്കുന്നത്. ഇവിടെ സ്റ്റേജിലൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ കർക്കെ ദിഖാന എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അതിന്റെ കോസ്റ്റ്യൂംസിന്, അതിന്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും, ആക്ഷൻസിന് എല്ലാം ഏറെ പ്രാധാന്യമുണ്ട്. അപ്പൊ ഇവിടെ സ്റ്റേജ് വേണം, ഒരു തീം വേണം. അടുത്തെന്ത് വേണം? ഇത് അവതരിപ്പിക്കാൻ കഥാപാത്രങ്ങൾ വേണം, കിർദാർ വേണം, നിർബന്ധമാണ്. ഈ കിർദാറിലൂടെയാണ് നമ്മുടെ സ്റ്റോറി എന്ത് ചെയ്യുന്നത്? ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഇനി അടുത്ത ഒന്നാണിത്, ഇതിന്റെ ഒരു കാലം, സമയം പ്രധാനമാണ്. എവിടെ വെച്ച് സംഭവിക്കുന്നു, എവിടെയാണ് എന്നുള്ളത്, അവർ ഏത് സമയത്താണ് എന്നുള്ളത്, രാത്രിയാണോ, പകലാണോ, രാവിലെയാണോ, വൈകുന്നേരമാണോ, ഈ കാര്യങ്ങള്. ഇതുപോലെ ഇതിന്റെ ഒരു പശ്ചാത്തലം, പസ് മൻസർ എന്ന് പറയും. അതുപോലെ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് എന്നറിയാം. എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഗ്രാജുവൽ ഡെവലപ്മെന്റ് ഇതിൽ നിർബന്ധമാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അഫ്സാനയിൽ ഡ്രാമയിൽ നിർബന്ധമായിട്ടുണ്ടാകുന്നത്. കൂടാതെ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ കഥാപാത്രങ്ങൾ തമ്മിൽ ആശയ സംവാദം, എന്തെങ്കിലും വിഷയങ്ങൾ എന്ന് വെച്ചാൽ കോൺഫ്ലിക്റ്റ്, അത് നിർബന്ധമാണ്. അപ്പോഴേ ഡ്രാമ ഒരു ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ ആളുകൾക്ക്. നോക്കാം. നമ്മൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ദർവാസെ ഖോൽദോ എന്നുള്ളതിന് നല്ല ഒരു തീമുണ്ട്, അതുപോലെ തന്നെ നല്ല കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങൾ നമ്മളൊന്ന് പരിചയപ്പെടാം. പണ്ഡിറ്റ് രാം ദയാൽ, അയാളാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം. പണ്ഡിറ്റ് രാം ദയാൽ, അയാൾ ആരാണ്? കമൽഗഞ്ച് ബിൽഡിങ്ങിന്റെ മാലിക്. കമൽഗഞ്ച് ബിൽഡിങ്ങിന്റെ മാലിക്കാണ് പണ്ഡിറ്റ് രാം ദയാൽ. കമൽകാന്ത് ആരാണ്? പണ്ഡിറ്റ് രാം ദയാൽ കാ ബേട്ട, അയാളുടെ മകനാണ്. കരീമുള്ളയാണ് അടുത്ത കഥാപാത്രം.
അയാൾ ആരാണ്? ഏക് സയൻസ് ദാൻ. സയൻസ് എന്ന ശാസ്ത്രം, ദാൻ എന്ന് പറഞ്ഞാൽ അറിയുന്ന ആൾ, അപ്പൊ ശാസ്ത്രജ്ഞനാണ്. ഏക് സയൻസ് ദാനാണ് നമ്മുടെ കരീമുള്ള. അടുത്തയാളാണ് മിസിസ് കരീമുള്ള. കരീമുള്ളയുടെ മിസിസ് ആണിത്. കരീമുള്ള की बीवी മിർസ ഇർഷാദ് ഹുസൈൻ. ഇയാള് രാം ദിയാൽ കാ മാനേജർ. അടുത്ത് നോക്കാം, ലാല ആഫ്താബ് റോയ്. ഇയാള് ഫ്രണ്ടിയർ കാ ഹിന്ദു പഠാൻ. എന്ന് വെച്ചാല് ഫ്രണ്ടിയർ എന്ന് പറഞ്ഞാല് ബോർഡർ ഏരിയയിലുള്ള പ്രദേശങ്ങളിലുള്ള അവിടെയുള്ള ഒരു ഹിന്ദു പഠാനാണ് ആര്? നമ്മുടെ ലാല ആഫ്താബ് റോയ്. മിസിസ് ആഫ്താബ് റോയ്, ആഫ്താബ് റോയുടെ മിസിസ് ആണ്. ബീവി മുന്നൻ ലഖ്നൗ കാ തമ്പാക്കു ഫറോഷ്. തമ്പാക്കു എന്ന് പറഞ്ഞാല് പാൻ വിൽപ്പനക്കാരനായിട്ടുള്ള ഒരു നമ്മുടെ മുന്നൻ ലഖ്നൗക്കാരനാണ്. അതുപോലെ മിസ് ഇസബെല്ല കൊയ്ലിയോ, നൗജവാൻ ഓർ ഹോപ്പ് സൂറത്ത് ലഡ്കി. അടുത്തതാണ് എഡ്വേർഡ് കോലിയോ, ഡോക്ടർ ആണ് അദ്ദേഹം, ഡോക്ടർ എഡ്വേർഡ് കോലിയോ. അപ്പൊ ഉസ്ക ബാപ്പ് എന്ന് പറഞ്ഞാൽ മിസ്സിസ് ഇസബെല്ല കോലിയോ के वालिद. അടുത്ത് നോക്കാം, अंकल राम भरोसे, उनका पुराना दोस्त, डॉक्टर एडवर्ड कोइलियो का पुराना दोस्त. ലച്ചു, അയാളേക്ക് സിന്ധി ദല്ലാൾ, സിന്ധുകാരനായിട്ടുള്ള ദല്ലാളാണ്, ജലാലിയാണ്. അടുത്താണ് വേലു, ഏക് മദ്രാസി ഹോട്ടൽ വാല, മദ്രാസി ഹോട്ടൽ നടത്തുന്ന ആളാണ് നമ്മുടെ വേലു. രംഗാചാരി, ഏക് മദ്രാസി ദല്ലാൾ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഇവര് വ്യത്യസ്ത കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളത്. പണ്ഡിറ്റ് രാംദിയാൽ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മൺ എന്ന ജാതിയിൽപ്പെട്ട ആളാണ്, അതുകൊണ്ടാണ് പണ്ഡിറ്റ് എന്ന് പറയുന്നത്. പിന്നെ അയാളുടെ മകൻ. അടുത്തത് കരീമുള്ള, ഇവരാരാണ്? മിസിസ് കരീമുള്ള, ഇർഷാദ് ഹുസൈൻ, ഇവരൊക്കെ മുസ്ലിങ്ങളാണ്. ഇനി അടുത്ത് നോക്കാം, ഇവരൊക്കെ വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള ആൾക്കാരാണ്. ഇനി അടുത്ത് പറയുന്നത് ലാല ആഫ്താബ് റോയ്, ഫ്രണ്ടിയർ ആ സൈഡിലുള്ള ഹിന്ദു പഠാനാണ്, പഠാൻ. മിസിസ് ആഫ്താബ് റോയ്, അതിൽ പറയാനില്ലല്ലോ, രണ്ടുപേരും ഒരുമിച്ച്. മുന്നൻ, അദ്ദേഹം എവിടുന്ന് വരുന്നത്? ലഖ്നൌവിൽ നിന്നാണ് വരുന്നത്. മിസ് ഇസബെല്ല കൊയ്ലിയോ, നൗജവാൻ ഖൂബ്സൂറത്ത് ലഡ്കിയാണ്, ഇവരാരാണ്? ഒരു ക്രിസ്ത്യനാണ്. ഡോക്ടർ എഡ്വേർഡ് കോലിയോ, അദ്ദേഹവും. അങ്കിൾ രാം ഭറോസെ, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്താണ്, പഴയ. പിന്നെ ലച്ചു, ഒരു സിന്ധി ദല്ലാളാണ്. വേലു, വേലു എന്ന് പറഞ്ഞാൽ വേലു എന്നാണ് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാറുള്ളത്. വേലു എന്ന് പദം വരുന്നത് തമിഴിലാണ് അതിന് അധികം ഉപയോഗിക്കാറുള്ളത്. ഇയാളാരാണ്? തമിഴനാണ്, ഒരു മദ്രാസി ഹോട്ടൽ വാലയാണ് ഇദ്ദേഹം. രംഗാചാരി, അദ്ദേഹം ഒരു മദ്രാസി ദല്ലാളാണ്. ഇവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഇവരെ കൂടാതെ ഷക്കൂറ എന്നുള്ള നമ്മുടെ കരീമുള്ളയുടെ ഒരു മുലാസിമാണ്, ഒരു വേലക്കാരനാണ്, ഒരു വേലക്കാരിയാണ്. 6 साल का एक लड़का, ഇത് നമ്മുടെ കരീമുള്ളയുടെ മകനാണ്. ദോ കുലി, 2 കൂലിപ്പണിക്കാരെന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ 2 എന്താ പറയാ, പോർക്കുമാരി എന്ന് പറയാം. ഏക് പഞ്ചാബി സിഖ് ബഡൈ, ഒരു പഞ്ചാബുകാരനായിട്ടുള്ള ഒരു പഞ്ചാബി സിഖുകാരനായിട്ടുള്ള ഒരു ആശാരി, ബഡൈ ആശാരി. അപ്പൊ ഇതൊന്നും മനസ്സിലായി, ഒരു സിഖുകാരനായിട്ടുള്ള ആള്, പഞ്ചാബ് അദ്ദേഹം ഉണ്ട്. പിന്നെ ബിൽഡിംഗ് എഞ്ചിനീയർ മുഖർജി എന്നുള്ളത്, മുഖർജി എന്നുള്ള ആളുകളുടെ പേരുണ്ടാവാറ് മിക്കവാറും ബംഗാളിൽ നിന്നുള്ള ആളുകൾക്കാണ്, പശ്ചിമ ബംഗാൾ. ബിൽഡിങ്ങിന്റെ എഞ്ചിനീയർ ആണ് ആര്? നമ്മുടെ മുഖർജി. ഇത് കൂടാതെ ചന്ത മലയാളി മസ്ദൂർ, ഏതാനും ചില മലയാളികളായിട്ടുള്ള മസ്ദൂർ ജോലിക്കാരും കൂടി അവിടെയുണ്ട്. ഇതൊന്ന് മനസ്സിലാകാം, ഇന്ത്യയുടെ നാനാ ഭാഗത്തു നിന്നുള്ള ആളുകള്, വ്യത്യസ്ത മതക്കാരായിട്ടുള്ള ആളുകള്, ഇതെല്ലാം ഈ ഒരു ഇതിലെ കഥാപാത്രങ്ങളാണ്. ഇങ്ങനെയുള്ള ഒരു ഡ്രാമയാണ് നമ്മളുടെ മുമ്പിൽ ആദ്യമായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇനി മുഖാം, ഇത് വെച്ച് നടക്കുന്ന സ്ഥലം എവിടെയാണ്? കമൽഗഞ്ച് കമൽഗഞ്ച് ദഹ്ലി के ग्राउंड फ्लोर में मालिक मकान का ऑफिस, മകാൻ മാലിക് का ഓഫീസ്, അവിടെയാണ് നടക്കുന്നത്. എവിടെയാണ്? നമ്മുടെ കമൽഗഞ്ച് ബിൽഡിംഗ്, അതെവിടെയാണ്? ഡൽഹിയിലാണ്. ദഹ്ലിക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ഓഫീസ് എവിടെയാണ്? നമ്മുടെ മക്കാന്റെ മാലിക്കിന്റെ ഓഫീസിന് ഈ ഹോ രഹാ ഹൈ, അതാണ് നമ്മുടെ സ്റ്റേജ്. ഇനി സമാന, കാലം, സമയം എന്നൊക്കെ പറഞ്ഞല്ലോ. സമാന, ഹാൽ, പ്രസന്റ്, വക്ത്, പകലാണ് ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇതാണ് നമ്മളുടെ ഒരു പശ്ചാത്തലം. ഡ്രാമയിലെ കഥാപാത്രങ്ങളെ പറഞ്ഞു. തീം നമുക്ക് പിന്നീട് പറയാം. നമ്മളുടെ ടോപ്പിക് എന്താണ്? ദർവാസെ ഖോൽ ദോ, ദർവാസ എന്നാൽ വാതിൽ, ഖോൽന തുറക്കുക, ദർവാസെ ഖോൽ ദോ വാതിൽ തുറന്നു എന്നുള്ളതാണ്.
നോക്കാം. कमलगंज के ग्राउंड फ्लोर में एक मुस्ततील बड़ा सा ऑफिस नुमा कमरा. कमरे की दीवारों पर नई नई सफेदी हो चुकी है. ब्रैकेटों से बिजली के तार बाहर निकले हुए हैं, जिनसे मालूम होता है कि अभी इस बिल्डिंग में बिजली नहीं आई है. कमरे के एक कोने में लकड़ी के तख्ते, सीमेंट, रंग के डिब्बे वगैरह रखे हैं, जिनसे मालूम होता है कि ये बिल्डिंग नई नई बनी है और अभी भी अभी इसमें तामीर का काम खत्म नहीं हुआ है. നോക്കാം. കമൽഗഞ്ച് ബിൽഡിങ്ങിന്റെ कमलगंज के ग्राउंड फ्लोर में कमलगंज बिल्डिंग ग्राउंड फ्लोर एक मुस्ततील एक लंबा सा एक बड़ा सा ऑफिस नुमा कमरा ഓഫീസായിട്ട് നുമ അതുപോലെയുള്ള ഓഫീസായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമര റൂം. കമരയ്ക്ക് ദീവാറോ पर ആ കമരയുടെ ദീവാറുകളിൽ ചുമരുകളിൽ എന്താ ഉള്ളത്? നൈ നൈ സഫേദി ഹോ ചുക്കി ഹെ, പുതുതായിട്ട് വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ട്. സഫേദി വൈറ്റ് വാഷ് ചെയ്യാം. സഫേദി ഹോ ചുക്കി ഹെ. ബ്രാക്കറ്റോं से बिजली के तार बाहर निकले हुए हैं. ബ്രാക്കറ്റോं से നമ്മുടെ ഈ കറണ്ടിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൂടെ എന്തുണ്ട്? ബിജ്ലിക്ക് താർ കറണ്ടിന്റെ വയറുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ബാഹർ നിക്കലെ ഹുയി ഹെ, പുറത്തേക്ക് കാണുന്നുണ്ട്. जिनसे मालूम होता है कि अभी इस बिल्डिंग में बिजली नहीं आई है. കണ്ടാ മനസ്സിലാവും നമുക്ക് ഈ ബിൽഡിംഗ് ഇപ്പോ കറണ്ട് എത്തിയിട്ടില്ല എന്നുള്ളത്. कमरे के एक कोने में लकड़ी के तख्ते, ആ റൂമിന്റെ ഒരു കോണില് ഒരു സൈഡില് ലക്കടി കെ തഖ്തേ പർ, അവിടെ ഒരു മരത്തിന്റെ ഒരു സീറ്റ് ഉണ്ട്. അതില് സിമെന്റ്, രംഗ് കെ ഡിബ്ബെ എന്ന് പറഞ്ഞാൽ പെയിന്റ് പാട്ടകള് രഖേ ഹെ, ജിൻസെ മാലൂം ഹോത്താ ഹെ, ഈ കാര്യങ്ങളെല്ലാം കൂടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുമെന്ത്? ഈ ബിൽഡിംഗ് നയി നയി ബനി ഹെ, പുതുതായി നിർമ്മിച്ച ഒരു ബിൽഡിംഗ് ആണ് എന്നും, ഓർ അഭി इसमें तामीर का काम खत्म नहीं हुआ है. അപ്പോൾ ഇതിൽ ബിൽഡിങ്ങിന്റെ ഈ പണികളൊന്നും പൂർത്തിയായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകും. നമുക്ക് നോക്കാം. അപ്പൊ ഏകദേശം നിങ്ങളുടെ മുമ്പിൽ ഇതിന്റെ പിക്ചർ ഉണ്ടല്ലോ. കമൽഗഞ്ച് ബിൽഡിംഗ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. അവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് സംഗതി നടക്കുന്നത്. അവിടെ പണി കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു ബിൽഡിംഗ് ആണ് നമ്മുടെ സ്റ്റേജ്. സ്റ്റേജ് കെ മർക്കസ് കെ സാമനെ, സ്റ്റേജിന്റെ മധ്യത്തിന് മുമ്പിലായിട്ട് എന്തിന്? മർക്കസ് മധ്യത്തിന്, സാമനെക്ക് ദീവാർ പർ, ആ തൊട്ട് മുമ്പിലുള്ള സ്റ്റേജിന്റെ മുമ്പിലായിട്ട് നമ്മൾ കാണുന്ന ദീവാറില് എന്താണുള്ളത്? ഗണേഷ് ജി की एक बड़ी तस्वीर आवेसा है. ഗണേഷിന്റെ ഒരു ചിത്രം, एक बड़ी सी तस्वीर, അതിന്റെ വലിയ ചിത്രം തന്നെ ഗണേഷ്, അതായത് ഗണപതിയുടെ ഒരു ചിത്രം തന്നെ ആവേസാ ഹെ, തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. ഉസ്കെ ഗിർദ്, അതിന് ചുറ്റുഭാഗത്ത് നിന്നിട്ട് ഫൂലോ കാ ഹാർ, പൂമാല, മുർച്ചാക്കർ സൂഖ് ചലാ ഹെ, അതിന് ചുറ്റുമിട്ടിട്ടുള്ള പൂമാല അതെന്ത് ചെയ്തിട്ടുണ്ട്? വാടി തുടങ്ങിയിട്ടുണ്ട്. ഈ തസ്വീർ കെ നീച്ചെ, ആ ചിത്രത്തിന് താഴെയായിട്ടാണ് നമ്മളുടെ പണ്ഡിത് രാംദയാൽ ഘൂംനെ വാലി കുർസിമേ, ഒരു കറങ്ങുന്ന ഒരു കസേരയിൽ ഒരു കറങ്ങുന്ന കസേരയിൽ അദ്ദേഹം ഇരിക്കുന്നുണ്ട്. ഉൻകെ സാമനെ ഏക് മേസ് രഖി ഹെ, അദ്ദേഹത്തിന് മുമ്പിലായിട്ട് ഒരു മേശന്റെ ടേബിൾ ഇട്ടിരിക്കുന്നുണ്ട്. ഉസ് പർ ബിൽഡിംഗ് കാ നക്ഷ, അതിലെന്താണുള്ളത്? ബിൽഡിങ്ങിന്റെ പ്ലാന്, കലംദാൻ, പേന വെക്കുന്ന സ്ഥലം, ചന്ദ് ഫയലേം, കുറച്ച് ഫയലുകളുടെ, ടെലഫോൺ വഗൈറ രഖേ ഹെ. പണ്ഡിത് രാംദയാൽ കെ മാथे पर तिलक है, രാംദയാലിന്റെ മാഥ, അദ്ദേഹത്തിന് നെറ്റിയിൽ തിലകം ചാർത്തിയിട്ടുണ്ട്. ഇനി पंडित रामदयाल के बाएं तरफ एक छोटी सी मेज के सामने एक कुर्सी खाली पड़ी है. पंडित രാംദയാലിന്റെ ബായം തർഫ്, വലത് ഭാഗത്തായിട്ട് एक छोटी सी मेज के सामने, ഒരു ചെറിയ മേശക്ക് മുകളിലായിട്ട്, എന്നിട്ട് അതിന് മുമ്പിലായിട്ട് എന്തുണ്ട്? छोटी सी मेज के सामने एक कुर्सी खाली पड़ी है.
അദ്ദേഹത്തിന്റെ മേശയ്ക്ക് അടുത്തായിട്ട് എന്തുണ്ട്, വലതു ഭാഗത്ത് ഒരു കുർസി, ഒരു കസേര കാലിയായി കിടക്കുന്നുണ്ട്. മേസ് ബി ബിൽക്കുൽ ഖാലി ഹെ, മേശയും കാലിയാണ്, മേശപ്പുറം കാലിയാണ്. ദായം തറഫ് ഈ മേസ് പർ ഏക് ടൈപ്പ് റൈറ്റർ പടാ ഹെ, അതിന് വലതു ഭാഗത്തായിട്ട് എന്തുണ്ട്, ഒരു ടൈപ്പ് റൈറ്റർ കിടക്കുന്നുണ്ട്. ഉസ്കെ സാമനെ, ആ ടൈപ്പ് റൈറ്ററിന്റെ തൊട്ടുമുമ്പായിട്ട് ആരുണ്ട്, നമ്മുടെ മിർസ ഇർഷാദ് ഹുസൈൻ ബൈഠേ ഹെ, മിർസ ഇർഷാദ് ഹുസൈൻ ഇരിക്കുന്നുണ്ട്. അയാൾ ആരാണ്, മിർസ ഇർഷാദ് ഹുസൈൻ പണ്ഡിറ്റ് രാംദയാലിന്റെ ടൈപ്പിസ്റ്റ്, പണ്ഡിറ്റ് രാംദയാലിന്റെ ടൈപ്പിസ്റ്റ് ആണ് അദ്ദേഹം. അയാൾ എങ്ങനെയുള്ള ആളാണ്, ലാംബെ ലംബെ, ഉയരം കൂടിയുള്ള ആളാണ്. ദുബലെ മെലിഞ്ഞ ആളാണ്. അച്കൻ പഹനെ ഹുയെ, അച്കൻ ടോപ്പി ധരിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. കുല്ലേമേ പാൻ ദബായ ഹുയെ, കവിളില് എന്തുണ്ട്, പാൻ ദബായ ഹുയെ, വെറ്റില അതും മുറുക്കിയിട്ട് വിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഏകദേശം അദ്ദേഹത്തിന്റെ പിക്ചർ നമ്മുടെ മുമ്പിൽ വന്നല്ലോ. ഇനി നമ്മൾ സ്റ്റേജിൽ കാണുന്ന ആരെയാണ്, ദായം തറഫ് വലത് ഭാഗത്തായിട്ട് സബ്സെ ആഖിറിലെ വലത് ഭാഗത്ത് അങ്ങേ അറ്റത്തായിരിക്കുന്നുണ്ട് ഏക് തഖ്ത് ബിഛാ ഹെ, അവിടെ ഒരു സീറ്റ് ഇരിക്കുന്നുണ്ട്. ഉസ് പർ ഗാവത്ത് കിയ ലഗാ ഹെ, ഒരു പ്രത്യേക ഒരു എന്ത് ഒരു തലയിണയുണ്ട്. ചന്ദ കുർസിയ ഓർ സ്റ്റൂൾ ബി ഇധർ ഉധർ ബേതർതീബി കി ഹാലത്ത് മേ പടേ ഹെ. ചന്ദ കുർസിയ, ഏതാനും കസേരകളും, സ്റ്റൂളും, ഇധർ ഉധർ അവിടെ അങ്ങിങ്ങായിട്ട് ബേതർതീബി കി ഹാലത്ത് മേ പടേ ഹെ, തർത്തീബൊന്നുമില്ലാതെ, ഒരു ക്രമമൊന്നുമില്ലാതെ കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ സ്റ്റേജ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.